സ്കൂൾ വിദ്യാർത്ഥിയായ എസ് വിഷ്ണുദത്തൻ രചിച്ച അപ്പുവിന്റെ അത്ഭുതലോകം എന്ന നോവൽ ശ്രദ്ധേയമാകുന്നു. അപ്പു എന്ന കൊച്ചുകുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന കൗതുകവും അത്ഭുതങ്ങളുമാണ് ഈ നോവലിന്റെ ആധാരം. സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി എസ് വിഷ്ണുദത്തനാണ് അപ്പുവിന്റെ അത്ഭുതലോകം എന്ന നോവൽ രചിച്ചിരിക്കുന്നത്. തനിക്ക് ചുറ്റും കാണുന്ന സകല വസ്തുക്കളെയും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണുന്ന അപ്പു എന്ന കൊച്ചുകുട്ടിയെക്കുറിച്ചാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. നോവലിനെക്കുറിച്ച് വിഷ്ണുദത്തൻ സിറ്റി ന്യൂസിനോട് ഒരിക്കൽ അച്ഛൻ കോട്ടയത്തു നിന്ന് വന്നപ്പം പ്രൊഫസർ ശിവദാസ് സാറിന്റെ ഒരു വായിച്ചാലും തീരാത്ത പുസ്തകം എന്നൊരു പുസ്തകം കൊണ്ടുവന്നു. അത് വായിച്ചപ്പോഴാണ് അതിന് പ്രകൃതി നിരീക്ഷണത്തെ പറ്റിയാണ് അതിന് പ്രധാനം പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് പക്ഷി നിരീക്ഷണമൊക്കെ തുടങ്ങി. അപ്പോഴാണ് മനുഷ്യനിൽ ഒത്തിരി നിരീക്ഷിക്കാനുള്ളതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പം ഞങ്ങളുടെ അടുത്തൊരു കൊച്ചു കുട്ടിയുണ്ട്, മെലിഞ്ഞിട്ട്. അവനാണെങ്കിൽ എപ്പോഴും തമാശ, ചിരി, കളി, കൊച്ചിലെ തൊട്ടേ പിന്നെ കറങ്ങി നടക്കുന്ന ടൈപ്പായിരുന്നു. അപ്പം അവനെ ഒത്തിരി നിരീക്ഷിക്കാനുണ്ടെന്ന് കണ്ട് അവനെ മാറി നിന്ന് നിരീക്ഷിച്ചാണ് ഈ പുസ്തകം എഴുതി തുടങ്ങിയത്. 6ാം ക്ലാസ്സിലെ അവധിക്ക് ഒരു ഡയറിയിൽ ചുമ്മാ എഴുതി തുടങ്ങിയതാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇത് നല്ലപോലെ എഴുതിയ ഒരു നോവലാക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എഴുതി തുടങ്ങിയത് ഈ നോവൽ. പിന്നീട് അച്ഛനത് NBSൽ ഏൽപ്പിക്കുകയും കഴിഞ്ഞ വർഷം ഏൽപ്പിക്കുകയും പിന്നെ ഈ വർഷം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് അപ്പു എന്ന് പറഞ്ഞ ഒരു 3-4 വയസ്സുണ്ടായ സമയത്താണ് ഞാൻ ഇത് എഴുതി തുടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിലെന്നും കളിക്കാൻ വന്നുകൊണ്ടിരുന്നവനാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ഓരോന്ന് കാണുമ്പോൾ അവൻ അത്ഭുതങ്ങളാണ്. ഒരു സാരിപ്പെട്ടി കണ്ടപ്പോൾ അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള അത്ഭുതം, ഒരു ക്ലോക്ക് കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയാൻ അത്ഭുതം, അങ്ങനെ എല്ലാത്തിലും അവൻ അത്ഭുതങ്ങളായിരുന്നു. അതാണ് എന്നെ ഈ നോവൽ എഴുതാൻ പ്രേരിപ്പിച്ചത്. അപ്പു ഒരു പ്രകൃതി സ്നേഹിയാണ്. കാരണം അവൻ ചെരുപ്പിടാതാണ് നടന്നുകൊണ്ടിരുന്നത്. ചെരുപ്പിടത്തിലായിരുന്നു. എപ്പോഴും തോട്ടത്തിലും കറങ്ങി ഓലിയിലെ കുളിക്കത്തുള്ളായിരുന്നു. കുളിമുറിയിലൊന്നും കുളിക്കുന്നവന് ഇഷ്ടമല്ല. എപ്പോഴും വെളിയിലാണ്. ആറ്റിപ്പോവുക, തോട്ടത്തിൽ കൂടെ നടക്കുക, പാമ്പുകളെ കാണുക, ഇതൊക്കെയാണ് അവന്റെ പ്രധാന വിനോദം. ഇതിലൂടെ പ്രകൃതി നിരീക്ഷണമാണ് ഞാൻ കണ്ടത്. ചേച്ചി മോനു, അനിയൻ കുഞ്ഞായി എന്നിവരാണ് നോവൽ എഴുത്തിൽ വിഷ്ണുദത്തനെ സഹായിച്ചത്. പിന്നീട് അച്ഛനാണ് അതിനകത്ത് ചെറിയ എഡിറ്റിംഗ് ഒക്കെ നടത്തിയത്. പിന്നീട് NBSൽ ഏൽപ്പിക്കുകയായിരുന്നു. ടീച്ചർമാരൊക്കെ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എഴുതാൻ. വായനയിൽ നിന്ന് തനിക്ക് പകർന്നു കിട്ടിയ അറിവാണ് നോവൽ എഴുതാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് വിഷ്ണുദത്തൻ പറഞ്ഞു. വായനയിലൂടെയാണ് ശരിക്കും ഞാൻ ഇത്രയും എഴുതാനൊക്കെ പഠിച്ചത്. ശൈലി രൂപപ്പെട്ടു വന്നത്. വായനയാണ് മനുഷ്യനെ വളർത്തുന്നതുമെല്ലാം. വായനയ്ക്കനുസരിച്ചിരിക്കും അവന്റെ കഴിവുകളും എഴുത്തും അവന്റെ ഭാഷ, സംസാരം എല്ലാം വായനയെ അടിസ്ഥാനമാക്കിയാണ് പോകുന്നത്. കഥയാണോ, കവിതകളാണോ, നോവലാണോ എഴുതാൻ? വായിക്കാൻ നോവലാണ് ഇഷ്ടം. പഴയ നോവലുകളാണ് ഞാൻ കൂടുതലായിട്ട് വായിക്കുക. ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജിമ ചെയ്തിട്ടുള്ള നോവലുകൾ ധാരാളം വായിച്ചിട്ടുണ്ട്. മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയും അതിന്റെ തിക്തഫലങ്ങളും നോവലിൽ വരച്ചു ചേർക്കുന്നു. പക്ഷി നിരീക്ഷണത്തിലും ഫോട്ടോഗ്രാഫിയിലും താല്പര്യമുള്ള വിഷ്ണുദത്തൻ ഇതിനോടകം ഇംഗ്ലീഷിൽ നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ താല്പര്യമുണ്ട്. എന്റെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ പക്ഷി നിരീക്ഷണമാണ്. അപ്പോൾ പക്ഷികളെ പറ്റി കൂടുതൽ നിരീക്ഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ ഒരു പുസ്തകമായി എഴുതാൻ ആലോചിക്കുന്നുണ്ട്. കുങ്ഫുവിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ വിഷ്ണുദത്തൻ ചെറുകുളഞ്ഞി കാലായിൽ തളത്തിൽ KG സുരേഷ്, അമ്പിളി മോഹൻ ദമ്പതികളുടെ മകനാണ്. വെള്ളിയാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അപ്പുവിന്റെ അത്ഭുതലോകം എന്ന നോവൽ പ്രകാശനം ചെയ്യും. സിറ്റി ന്യൂസ്, റാന്നി.